എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024 41ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 116/2024 ഇംഗ്ലീഷും മലയാളവും നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം, സമയം വെറുതെ കളയണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 61ാമത്തതാണ്. ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻസേർട്ട് ആർട്ടിക്കിൾസ് wherever necessary. കറക്റ്റ് ആർട്ടിക്കിൾ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്കറിയാം ആർട്ടിക്കിൾ ആണ് ചേർക്കേണ്ടത് അല്ലേ? ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? എയും ആനും ദ. ഇതാണ് 3 ആർട്ടിക്കിൾ. അപ്പൊ ഇതിൽ ഏതാണ് ചേർക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ആൻസറിലേക്ക് എങ്ങനെ എത്തും? ക്വസ്റ്റ്യൻ, he is dash European student. He has to go to dash hospital as he is ill. ഇപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് നമുക്ക് ഫില്ല് ചെയ്യാം. കാരണം നമ്മൾ ഇതിനെ പറയുന്നത് യൂറോപ്യൻ എന്നാണ് അല്ലേ? എങ്ങനെയാണ്? യൂറോപ്യൻ ഇങ്ങനെയാണ്. അപ്പൊ അക്ഷരം ഏത് വന്നിട്ടുണ്ട് ഇവിടെ? യാ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ യാ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, കാക്ക ഗംഗ തുടങ്ങിയിട്ട് യാര ലവ അല്ലെ, അതുവരെ ഏതാണ് അക്ഷരം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഏതാണ് ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടത്? എ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം. അപ്പൊ എ യൂറോപ്യൻ എന്നുള്ളതെന്ന് വന്നു. അപ്പൊ ഇവിടെ ആൻ അല്ലേ, ഡിലീറ്റ് ചെയ്തൂടെ? ദ എന്നല്ലേ, ഡിലീറ്റ് ചെയ്തൂടെ? കഴിഞ്ഞു. ഇനി ഇത് 2 ഓപ്ഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി എ യൂറോപ്യൻ സ്റ്റുഡന്റ്, ഹി ഹാസ് ടു ഗോ ടു ഡാഷ് ഹോസ്പിറ്റൽ ആസ് he is ill. അപ്പൊ ഇവിടെ എന്താണ്? ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്തുകൊണ്ട്? അവന് അസുഖമായത് കൊണ്ട്. എവിടേക്ക് പോണം? ഹോസ്പിറ്റലിലേക്ക് പോണം. എന്തിനു കൊണ്ട്? അസുഖമായത് കൊണ്ട് അല്ലെ? അത് എടുത്തു പറഞ്ഞു അല്ലെ? അത് എടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ ഏത് വരണം? 61ാമത്തെ ആൻസർ ഏത് വരും? അപ്പൊ അവിടെ ഏതാണ്? എ യൂറോപ്യൻ. ഏതാണ്? എ ഹോസ്പിറ്റൽ. എ യൂറോപ്യൻ, എ ഹോസ്പിറ്റൽ. he is dash a European student. He has to go to a hospital as he is ill. അല്ലേ? എന്താണ് അവിടെ ഒരു സ്പെഷ്യൽ പർപ്പസ്, അതായത് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റലിന് വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് പോകുന്നത് എങ്കിൽ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് സൈൻ ചെയ്തിട്ടൊക്കെ ഒരു സർട്ടിഫിക്കറ്റ്, ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാറുണ്ട് അല്ലേ? അതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോകുകയാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കാം? ദ എന്ന് ചേർക്കാം. പക്ഷെ നമ്മളിവിടെ അസുഖമാണ് അല്ലെ? ഒരു അസുഖത്തിന് ഹോസ്പിറ്റലിൽ എന്തിനാ പോവുക? അസുഖത്തിന് ചികിത്സിക്കാൻ തന്നെയല്ലേ ഹോസ്പിറ്റലിൽ പോവുക? അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഹോസ്പിറ്റലിലേക്ക് ഏതെങ്കിലും നമ്മൾ പറയാം, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് പെട്ടെന്ന് പോകണം എന്ന് പറയാം ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയാം. അപ്പൊ he is a European student. He has to go to a hospital as he is ill. മനസ്സിലായി? ഇവിടുത്തെ റൂൾ എന്താന്ന് മനസ്സിലായല്ലോ? അപ്പൊ ആൻസർ ഏതാ വരും? ഇവിടെ സി ആണ് കേട്ടോ. Next, fill in the blank, selecting the correct form of be from those given below. ഇവിടെ ഈസ് മാറും വേറും ഹാവും തന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ് കറക്റ്റ് ഫോം എന്നാ ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് ബി ഫോം ഏതാണ്? Either your breaks or your eyesight dash at fault. ചെയ്ത് നോക്കൂ, ഏതാണ്? നമുക്കറിയാം അല്ലേ? either or, neither nor, or not only but also. ഇതൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. either your breaks. അപ്പൊ സെക്കൻഡ് സബ്ജക്റ്റ് യുവർ ഐസൈറ്റ് അല്ലേ? അതൊരു സിമ്പിൾ എന്താണ്? ഒരു സിംഗുലർ ഇതല്ലേ? പ്ലൂറൽ ആയിട്ടാണോ പറയുന്നത്? അവിടെ അല്ല, സിംഗുലർ ആണല്ലേ ഒരു ഐസൈറ്റ് എന്ന് പറയുന്നത് അല്ലെ? ഒരു സിംഗിൾ ഫോമിലാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതിലേക്ക് എത്താം? ഈസിലേക്ക് ആൻസർ ആയിട്ട് എത്താം. മനസ്സിലായല്ലോ? ഐദർ ഓർ വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഓർ, ഐദർ ഓർ, നൈദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇവ സെന്റൻസിൽ ഉണ്ടെങ്കിൽ സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതില് യുവർ ഐസൈറ്റ് അല്ലെ? യുവർ ഐസൈറ്റ് അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആഡ് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഇവിടെ ചെയ്യൂ, ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യൂ. You never say what you are thinking. You never say what you are thinking. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ തന്നിരിക്കുന്ന സെന്റൻസ് എന്ത് ചെയ്യണം? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കണം അല്ലേ? തന്നിരിക്കുന്ന സെന്റൻസ് നെവർ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ? ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ടാഗ് എന്തായിരിക്കണം?
പോസിറ്റീവ് ആയിരിക്കണം. ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ നെഗറ്റീവ് ടാഗ് വരുന്നതൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തുവിടെ, ഇത് ഡിലീറ്റ് ചെയ്തുവിടെ. ഇനി എയും ഡിയും മാത്രമല്ലേ നോക്കണ്ടുള്ളൂ, എയും ഡിയും മാത്രമല്ലേ നോക്കണ്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഏത് വെച്ചിട്ട് ചെയ്യണം? ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ പെട്ടെന്ന് നമ്മൾ ഏതിലേക്ക് എത്തിക്കും? ഏതിലേക്ക് എത്തും? ഇവിടെ യു ആർ അല്ലെ, യു ആർ എന്നുകൊണ്ട് ആർ യു എന്ന് വേഗം കൊണ്ടുപോയിട്ട് ഇതിനെ എഴുതി വെക്കും. അത് തെറ്റാണ് മക്കളെ. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സേ വെച്ചിട്ടുള്ള വെർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ മാറ്റണം. ഓക്കെ, സേ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതണം? ഡു ഫോമിൽ എഴുതണം. സെഡ് എന്നാണെങ്കിൽ നമുക്ക് ഡിഡ് ഫോമിലേക്ക് മാറ്റാം. സെയ്സ് എന്നാണെങ്കിൽ നമുക്ക് ഡസ് ഫോമിലേക്ക് മാറ്റാം. മനസ്സിലായോ? ഇവിടെ സേ അല്ലേ മക്കളെ, അതുകൊണ്ട് ഡു യു എന്നാണ് ആൻസർ വരുന്നത്. മനസ്സിലായോ കൂട്ടുകാരെ? ഇംഗ്ലീഷ് അറിയാത്തവരുടെ അടുത്താണ് ഞാൻ ഒരു ലളിതമായ ഭാഷയിലാണ് ഞാൻ ഇംഗ്ലീഷ് പറയുന്നത്. ഞാൻ ഒരിക്കലും CBSE സിലബസോ NCERT ഒന്നും CBSE വെച്ചിട്ടൊന്നുമല്ല ഞാൻ പഠിച്ചത്. ഞാൻ SCERT സിലബസ് വെച്ച് പഠിച്ച വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഞാൻ പ്രത്യേകം എടുത്തു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു SCERT സിലബസിൽ പഠിച്ചു പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ ഇംഗ്ലീഷ് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് അപ്പൊ നമുക്ക് ഒരു കുറെ പഠിച്ച കാര്യങ്ങൾ അത് നിങ്ങൾക്ക് എന്റെ ഒരു ലളിതമായ ഭാഷയിൽ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ വരാം. പക്ഷെ നിങ്ങൾക്ക് എന്റെ ഉദ്ദേശം ഇപ്പൊ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നല്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ PSC പരീക്ഷയിൽ ഒരു 10 മാർക്ക് ഇംഗ്ലീഷ് വിഭാഗത്തിൽ കിട്ടണം, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ട് പഠിപ്പിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റേതായിട്ടുള്ള ലളിതമായ ഭാഷയിലാണ് എനിക്കറിയാവുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഞാൻ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പൊ അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എങ്ങനെയാണ് ഡു യു എന്നതിലേക്ക് ആൻസർ എത്തിയത് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പൊ സേ ആയതുകൊണ്ട് അത് ഡു ഫോമിൽ എഴുതണം, സെഡ് ആണെങ്കിൽ ഡിഡ് ഫോമിൽ എഴുതണം, സേസ് ആണെങ്കിൽ ഡസ് ഫോമിൽ എഴുതണം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യന്റെ മാതൃക മനസ്സിൽ നിങ്ങൾ പിക്ചർ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ഒരിക്കലും പോയിട്ട് ആർ യു എന്ന് എഴുതി വെക്കരുത് കേട്ടോ. അടുത്തത് ഐഡന്റിഫൈ ദ പാസീവ് ഫോം ഓഫ് ദി ഗിവൺ സെന്റൻസസ്. വെൻ ഡിഡ് ദേ ബിൽഡ് these houses? ഇതൊരു ആക്റ്റീവ് ആണ്. ഇതിനെ ഒന്ന് പാസീവിലേക്ക് ഒന്ന് ആക്കുക മക്കളെ, ഒന്ന് പാസീവിലേക്ക് ആക്കുക. നമ്മള് കറക്റ്റ് ഒരു ഗ്രാമറിന്റെ റൂള് പഠിച്ചത് അങ്ങനെ അവിടെ പോയിട്ട് ഛർദിക്കരുത് കേട്ടോ. നമ്മൾ എങ്ങനെ ഗ്രാമർ ഇവിടെ പഠിച്ച് നമ്മളിപ്പോ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എടുത്തിട്ടുണ്ടാവും. ഒന്നാമത്തെ റൂള്, രണ്ടാമത്തെ റൂള്, മൂന്നാമത്തെ റൂള് പഠിച്ചു, ഞാൻ ഇന്ന റൂൾ ഇന്നത്. അങ്ങനെയല്ല മക്കളെ. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുന്ന സമയത്ത് എങ്ങനെ എലിമിനേഷൻ ചെയ്തിട്ട് ആൻസറിലേക്ക് അങ്ങോട്ട് പെട്ടെന്ന് എത്തുമോ അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് പഠിക്കണം. എന്നാലേ നമുക്കതിൽ പെട്ടെന്ന്, അല്ലാണ്ട് നമ്മൾ ഇവിടെ പഠിച്ച റൂളിനെ അവിടെ കൊണ്ടുപോയിട്ട് ഒമിറ്റ് ചെയ്യാൻ നിന്നാൽ നമ്മൾ നടക്കില്ല കേട്ടോ. ഇപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താം? നമുക്കറിയാം. നോക്ക് മക്കളെ, ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്. വെൻ ഡിഡ് ദേ ബിൽഡ് ദീസ് ഹൗസസ്? ഞാനിപ്പോ എന്റെ കയ്യിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഫ്ലുവന്റ് ആയിട്ട് നമുക്കൊക്കെ ഒരു പരിധി ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ലാസ്റ്റ് ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ട് നിങ്ങൾ എനിക്കൊരു വെല്ലുവിളിയാകുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല എക്സാമിന് കേട്ടോ. എന്നാൽ നിങ്ങൾ വിജയിച്ചു വരട്ടെ, അത്രമാത്രം ആഗ്രഹമുള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? വെൻ ഡിഡ് ദേ ബിൽഡ് ദീസ് ഹൗസ്? അപ്പൊ നമ്മൾ ആക്റ്റീവ് വോയിസിലെ റൂള് പഠിച്ചതൊന്നും ഇവിടെ എന്ത് ചെയ്യില്ല, അപ്ലൈ ചെയ്യില്ല. ഇവിടെ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് റൂൾ നോക്കിക്കോ. ഇവിടെ ഡിഡ് ആണ് അല്ലെ, വെൻ ഡിഡ്. ഈ ഡിഡ് എന്നുള്ളത് ഇവിടുത്തെ ഒരു ആക്റ്റീവ് വോയിസിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ പാസീവിലേക്കാണ് മാറ്റുന്നത്. ഒരു റൂൾ ശ്രദ്ധിച്ചോ. അപ്പൊ ഇവിടെ ഡിഡ് എന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഈ ഡിഡ് എന്നുള്ളത് ഏതൊരു സെന്റൻസിൽ ആവർത്തിക്കാൻ പാടില്ല. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈ ഡിഡ് എന്നുള്ള ഫോം വീണ്ടും ആവർത്തിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ഒരു ഡിഡ് വന്നിട്ടുണ്ട്, ഞാൻ അതിനെ വേഗം കൊണ്ട് അവിടെ നിന്ന് മാറ്റി. മനസ്സിലായോ? ഇനി ഇവിടെ ബിൽഡാണ്, കണ്ടോ? ഇവിടെ ബിൽഡാണ് അല്ലെ, പണിയുക എന്ന അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഈ ബിൽഡ് എന്നുള്ളത് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് അതിനെ എന്താക്കി മാറ്റണം? ബിൽട്ട് എന്ന് ആക്കി മാറ്റണം. ബിൽട്ട്. കണ്ടോ? മനസ്സിലായല്ലോ? ബിൽട്ട്, BUILT എന്ന് ആക്കി മാറ്റണം. അപ്പൊ ഈ ബിൽഡ് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യണം? എലിമിനേഷൻ ചെയ്തിടണം. കണ്ടോ? ചെയ്തു. ഡിയും സിയും പോയി. പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി വെൻ ദേ നോക്ക്. ഈ ഒരു എയും ഉണ്ട് ബിയും ഉണ്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ അല്ലെ. ഇനി നോക്ക് മക്കളെ, എ ഒന്ന് വായിച്ചു നോക്ക് നിങ്ങള്. വെൻ
ഒരു പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എപ്പോഴും ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പഠിക്കുമ്പോൾ ഒരു പാസീവ് വോയിസിലെ റൂൾ വരുന്നതാണ് അല്ലേ? എന്താണ് ഒരു ഫ്ലുവന്റ് നമുക്ക് എപ്പോഴും കേൾക്കും. നോക്ക് ഇവിടെ നോക്ക്, വെൻ ദേ ബിൽറ്റ് ദീസ് ഹൗസസ്. ഇവിടെ തന്നെ കണ്ടോ വെൻ ദേ, കണ്ടോ വെൻ കഴിഞ്ഞിട്ട് അല്ലേ, WH ഫോം കഴിഞ്ഞിട്ട് എന്തായിരിക്കണം, ഓക്സിലറി വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അല്ലേ? വെൻ ദേ, കണ്ടോ വെൻ, കണ്ടോ. അപ്പൊ ഇവിടെ നോക്ക്, വെൻ were these house built, when were this house built, കണ്ടോ this house built, this house built, കണ്ടോ. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസസ്. ഇത് കറക്റ്റ് 4 സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതിലെ കറക്റ്റ് സെന്റൻസ് ഇത് എങ്ങനെ കണ്ടുപിടിക്കാം ഒന്ന് ചെയ്ത് നോക്ക്. ഇവിടെ എങ്ങനെ എലിമിനേഷൻ ചെയ്യാം, പെട്ടെന്ന് എന്ത് ചെയ്യാം, എങ്ങനെ ഫസ്റ്റ് 1 2 3 ഓപ്ഷനൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തണം. അല്ലാണ്ട് റൂൾ അങ്ങോട്ടൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്തിട്ടൊക്കെ സമയം പിടിക്കും, മനസ്സിലായോ? അങ്ങനെ ചെയ്യാം, എന്നിട്ട് റൂൾ എടുക്കുക. ഫസ്റ്റ് എലിമിനേഷൻ ചെയ്യാൻ പറ്റുന്നൊക്കെ എലിമിനേഷൻ ചെയ്യാം, എന്നിട്ട് റൂൾ എടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ ഫില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ മക്കളെ ഹാർഡ്ലി ആണ് അല്ലെ. ഹാർഡ്ലി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഹാർഡ്ലി കഴിഞ്ഞാൽ എപ്പോഴും വെൻ ആണ് യൂസ് ചെയ്യേണ്ടത്. മക്കളെ ഇവിടെ ദാൻ അല്ലേ വന്നിരിക്കുന്നത്. നോ, ദാൻ എപ്പോഴാണ് യൂസ് ചെയ്യുക, നോ സൂണർ കഴിഞ്ഞിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുക, ദാൻ യൂസ് ചെയ്യുക. മനസ്സിലായോ? നോ സൂണർ കഴിഞ്ഞിട്ടാണ് എപ്പോഴും ദാൻ യൂസ് ചെയ്യേണ്ടത്. ഹാർഡ്ലി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് വെൻ ആണ്. അപ്പൊ എന്തിനാ മക്കളെ ഈ PSC കാര് ഇവിടെ ഹാർഡ്ലി കഴിഞ്ഞിട്ട് ദാൻ തന്നെ എലിമിനേഷൻ ചെയ്യേ, ഇവിടെ ദാൻ വന്നു എലിമിനേഷൻ ചെയ്യേ. മനസ്സിലായോ? ഇനി ഇവിടെ ഹാർഡ്ലി കണ്ടോ. ഇനി ഇവിടെ ഡിഡ് ഹാഡ്, അതാ ഇവിടെ ഹാർഡ്ലി കഴിഞ്ഞിട്ട് വെന്ന് തന്നിട്ടുണ്ട്, ഹാർഡ്ലി കഴിഞ്ഞിട്ട് വെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സിയോ ഡിയോ ഏതോ ഒന്ന് ആൻസർ വരും അല്ലേ? നോക്ക് മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇവിടെ ഡിഡ് വെച്ചിട്ടല്ല പറയേണ്ടത്. കണ്ടോ ഇവിടെ ഹി സ്റ്റുഡ് അപ്പ്, സ്റ്റുഡ് കണ്ടോ, ഹി സ്റ്റുഡ് അപ്പ് വരുമ്പോ എങ്ങനെയാണ് മക്കളെ, ഡിഡ് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും V1 ഫോം അല്ലേ മക്കളെ യൂസ് ചെയ്യുക, ഡിഡ് പ്ലസ് V1 ഫോം അല്ലേ യൂസ് ചെയ്യുക. എന്തിനാണ് ഇവിടെ സ്റ്റുഡ് V3 ഫോം തന്നത്, V3 ഫോം എഴുതിയിരിക്കുന്നത്? അപ്പോ എപ്പോഴും ഹാഡ് കഴിഞ്ഞിട്ടല്ലേ മക്കളെ V3 ഫോം എഴുതുക, ഡിഡ് കഴിഞ്ഞിട്ട് എപ്പോഴും V1 ഫോം അല്ലേ എഴുതുക. അപ്പൊ ഹാഡ് കഴിഞ്ഞിട്ട് V3 ഫോം അല്ലേ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഹാഡിലേക്ക് ആൻസറിലെത്തി. കണ്ടോ ഇങ്ങനെയാണ് ആൻസറിലേക്ക് എത്തേണ്ടത് കേട്ടോ. അടുത്തത്, use the one word substitute for the underlined phrasal verb. The two boys went at each other furiously. രണ്ട് ആൺകുട്ടികൾ എന്ത് ചെയ്യാണ്, went at each other, അതായത് മറ്റുള്ളവരോട് എന്ത് ചെയ്യുന്നു, ഫ്യൂരിയസ്ലി അല്ലെ. went at, എന്താണ് went at ന്റെ phrasal verb ഏത് വരും? ഇവിടെ attacked ആണ് കേട്ടോ. എന്താണ് attacked? അതായത് രണ്ട് പിള്ളേർ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് നോക്കൂ, അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നു. ടു അറ്റാക്ക് സംവൺ, അല്ലെങ്കിൽ സംതിങ് വയലന്റ്ലി, അല്ലെങ്കിൽ യൂസിങ് ഐദർ ഫോഴ്സ് ഓർ വെരി സ്ട്രോങ് ലാംഗ്വേജ്. ഇപ്പൊ നമ്മള് പിന്നെ ഞാനും നിങ്ങളും കൂടിയിട്ട് എന്ത് ചെയ്യാണ്, മറ്റുള്ളവരോട് പെട്ടെന്ന് ഒരു അറ്റാക്ക് ചെയ്തിട്ട് സംസാരിക്കുകയാണ്. മനസ്സിലായോ? അറ്റാക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്താണ്, സ്ട്രോങ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ അവരെ, അല്ലെങ്കിൽ ഐദർ ഫോഴ്സ് അല്ലെ, ഒരു നമ്മുടെ ഭാഗത്ത് നിന്നും ഒരു അറ്റാക്ക് ഉണ്ടാക്കുകയാണ്. മനസ്സിലായോ? നമ്മുടെ ഭാഗത്ത് നിന്നും. മനസ്സിലായോ? അപ്പൊ അതാണ് അറ്റാക്കഡ്. വെൻഡറ്റ് എന്താ മക്കളെ, അറ്റാക്കഡ് കേട്ടോ. അടുത്തത്, which of the following statements are grammatically correct? ഏതാണ് തന്നിരിക്കുന്നതിൽ ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ട് ഗ്രാമർ യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസ് ഏതാണ്? മക്കളെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും ഞാൻ എന്ത് ചെയ്യും? അപ്പൊ നേരത്തെ തന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞു, ഹാർഡ്ലി ഹാഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും ഞാൻ എന്ത് ചെയ്യും പറഞ്ഞുതരാം, ഒന്ന് കണ്ടുപിടിക്കും മക്കളെ. ഏത് വരും? ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. നമ്മൾ ഫസ്റ്റ് ഒന്നാമത്തെ ഓപ്ഷൻ വായിക്കുന്നു. മൈ സ്പെക്ടാക്കിൾസ് ഈസ് ബ്രോക്കൺ. പൊട്ടത്തെറ്റാണ് അല്ലെ. സ്പെക്ടാക്കിൾസ് അതായത് കണ്ണട, 2 കണ്ണുണ്ട്, 2 കണ്ണിൽ ഈ ഒരു കണ്ണിൽ മാത്രം ഗ്ലാസ് ഇങ്ങനെ വെച്ചാൽ മതിയോ? ഇതിൽ മാത്രം ഗ്ലാസ് വെച്ചാൽ മതി, ഇത് ഗ്ലാസ് വേണ്ടേ? അപ്പോ ഒരു കണ്ണട എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട് അല്ലെ, 2 എണ്ണമാണ് ഇല്ലേ. അപ്പൊ 2 എണ്ണം വന്നില്ലേ. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കോൺകോഡിൽ പറഞ്ഞതാണ്, സ്പെക്ടാക്കിൾസ്, ജീൻസ്, അതുപോലെ എന്താണ് എന്താണ് പിന്നെ എന്താ 2 എണ്ണം വരുന്നത്, കുറെ ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ.
ഓക്കെ, സിസേഴ്സിലെ കത്രിക അല്ലെ, അതൊക്കെ ഇങ്ങനെ രണ്ടെണ്ണം വരുന്നതാന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ രണ്ടെണ്ണം വരുന്നതൊക്കെ എന്താണ്, അങ്ങനെ രണ്ടെണ്ണം വരുമ്പോ അതിനെ ഒരു കണ്ണടയേ ഉള്ളൂ, ഒരൊറ്റ കണ്ണടയേ ഉള്ളൂ, പക്ഷെ നമ്മൾ രണ്ട് കണ്ണിക്കും രണ്ട് ഗ്ലാസ് വെക്കുകയല്ലേ, അപ്പൊ അതുകൊണ്ട് അത് പ്ലൂറൽ ആണ് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം മൈ സ്പെക്ടാക്കിൾസ്, മൈ സ്പെക്ടാക്കിൾസ് ഈസ് അല്ല മക്കളെ വരേണ്ടത്, ഇവിടെ ആറാണ് അല്ലെ, എന്താണ് ബ്രോക്കൺ അല്ലെ, അപ്പൊ ഇവിടെ ആറാണ് വരേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് പലതും? നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ ഇത് വെറുതെ എടുത്തിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, നിങ്ങൾ ഒന്ന് താഴെ കമന്റ് ചെയ്താലാണ് എന്റെ പഠന പറയുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും വീണ്ടും ആവർത്തിക്കുകയാണ്, ലളിതമായ ഭാഷയിലാണ് ഞാൻ ക്ലാസ് എടുത്തു തരുന്നത് കേട്ടോ. അഡ്വാൻറ്റേജ് ലെവലിലൊന്നും അല്ല. എന്റെ കൂട്ടുകാർക്ക് സാധാരണ രീതിയിൽ ഒരു 10 മാർക്ക് എളുപ്പത്തിൽ കിട്ടാം. ഓക്കെ, അപ്പൊ ഇപ്പോ മൈ സ്പെക്ടാക്കിൾസ് കണ്ണട രണ്ടെണ്ണമാണ്. അപ്പൊ പാന്റ് രണ്ടെണ്ണം ഒരു കാലിൽ ഇട്ടാൽ മതി കേട്ടോ, പാന്റ് രണ്ട് കാലും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എപ്പോഴും പ്ലൂറലാണ് വരിക കേട്ടോ. അപ്പൊ തന്നിരിക്കുന്ന സാധനം നോക്ക്, രണ്ടെണ്ണം വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ പ്ലൂറൽ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ആറാണ്. ഒന്നാമത്തെ ആൻസർ പൊട്ട തെറ്റാണ്, പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് വരുന്ന ഓപ്ഷൻ ഒക്കെ അങ്ങോട്ട് മാറ്റി മക്കളെ, ഒന്ന് വരുന്നത് മാറ്റി. ഇനി എയും സിക്കും നമ്മൾ നോക്കണ്ട. ഇനി യുവർ ജീൻസ് ആർ ഇൻ ദ വാഷ്. ജീൻസ് രണ്ട് കാലിക്കും വേണ്ട മക്കളെ, ജീൻസ് ഈ പാന്റ് രണ്ട് കാലിലേക്കും നമ്മൾ പാന്റ് ഇടണ്ടേ. അപ്പൊ ഇതും ഇവിടെ എന്താണ്, ജീൻസ് കഴിഞ്ഞിട്ട് പ്ലൂറൽ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അത് പിന്നെ PSC കറക്റ്റ് പ്ലൂറൽ വെർബ് തന്നെ ഇട്ടിട്ടുണ്ട് അല്ലെ, യുവർ ജീൻസ് ആർ ഇൻ ദി വാഷ്. അപ്പൊ രണ്ട് എന്നത് തെറ്റാണ് അല്ലെ, രണ്ട് ആൻസർ ശരിയാണ്, രണ്ട് ആൻസർ ശരിയാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ രണ്ട് എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കണം. ഇവിടെ ഉണ്ട് മക്കളെ, ഇവിടെ രണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, വെട്ടി. ഇനി എന്തിനാണ് പെയർ ഓഫ് ഷൂവും സ്റ്റെയർ വെയറും സ്റ്റീപ്പൊക്കെ നോക്കണത്? നോക്കണോ? വേണ്ട. അങ്ങനെ ബി പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിക്കണ്ട, ഇങ്ങനെ ഉത്തരം കണ്ടുപിടിക്കണം കേട്ടോ. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി അണ്ടർലൈൻഡ് ഇഡിയം. ഇവിടെ ടു സക്സീഡ് ഇൻ ലൈഫ് വൺ ഷുഡ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ഇവിടെ വൺ വേർഡ് ഇഡിയം നോക്ക്, ഇതിന്റെ ഇഡിയം കണ്ടുപിടിക്കുക, ചെയ്ത് നോക്കൂ. എന്താ വരിക ഇവിടെ ആൻസർ? കിട്ടുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മുൻ സമയങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടോ ഇത്? ഏതാണ് ഇവിടെ വരിക? വർക്ക് വെരി ഹാർഡ്. അതൊരു കോമൺ സെൻസ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലെ. ഒരു വിജയത്തിൽ, ഒരു ലൈഫിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്താണ്, വർക്ക് വെരി ഹാർഡ് അല്ലെ. വെരി ഹാർഡ് അല്ലെ, നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലെ മക്കളെ. നമ്മൾ PSC പഠിക്കേണ്ട ഹാർഡ് വർക്ക് ചെയ്യാതെ കിട്ടുമോ? ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ്. സ്മാർട്ട് വർക്ക് കണ്ടോ, നമ്മളിപ്പോ എക്സാം ചെയ്ത് കണ്ടോ, ഇതൊക്കെയാണ് സ്മാർട്ട് വർക്കുകൾ കണ്ടോ. അപ്പോ നന്നായിട്ട് ഇതേപോലെ വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ജോലിക്ക് കയറുക അല്ലെ. നമ്മുടെ കുറെ കൂട്ടുകാരുണ്ട് അല്ലെ, നമ്മുടെ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടപ്പോ നമ്മുടെ ഒപ്പം വരുന്നുണ്ട് കൂട്ടുകാര്. അവരെന്താണ്, ഹാർഡ് വർക്കാണ് അവിടെ ചെയ്യുന്നത്, കാരണം അവർക്ക് ജോലി വേണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട്. ഞാൻ ടീച്ചറിന്റെ ഒപ്പം പോട്ടെ, ഓരോ ക്വസ്റ്റ്യനും റൂള് പോകുമ്പോൾ പഠിക്കട്ടെ. ചിലവര് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കാണും, ഇനി ഇതൊന്നും വേണ്ട, ഞാൻ അടുത്ത ഒരു യൂട്യൂബ് ചാനലിലേക്ക് ഓടട്ടെ, അവിടെ ചാടും, അവിടെയും കുറച്ച് നിൽക്കും. അവിടെ നിന്ന് അവിടെ കുരങ്ങൻ മരത്തിന്റെ മേലെ കയറി ചാടി 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 ലാസ്റ്റ് ചാട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോ അതാണ് വർക്ക് വെരി ഹാർഡ്. അപ്പോ മനസ്സിലായല്ലോ? ഇതിന്റെ ബേൺ ദി മിഡ് നൈറ്റ് ഓയിൽ കേട്ടോ, മറക്കരുത് മക്കളെ. എന്താണ്? ടു വർക്ക് അവർ സ്റ്റഡി ലേറ്റ് ഇൻ ടു ദി നൈറ്റ്. ഇപ്പൊ നമ്മൾ ഓവർ നൈറ്റ് ഒക്കെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നതും ഇതൊക്കെ നമ്മൾ ഇനി എന്താ പറയാ, ബേൺ ദി മിഡ് നൈറ്റ് ഓയിൽ കേട്ടോ. അടുത്തത് ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ദി വേർഡ്സ് വിത്ത് ദി കറക്റ്റ് സ്പെല്ലിംഗ്. 4 എണ്ണം തന്നിട്ടുണ്ട്. സാധാരണ PSC ഒന്നൊക്കെ തന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ്. അത് കണ്ടുപിടിക്കാനേ ഇവിടെ നമുക്ക് സമയം കിട്ടാണ്ടിരിക്കും. ഈ 4 എണ്ണം വായിച്ചിട്ട് എങ്ങനെ നമ്മൾ ഓരോന്നിന്റെയും വായിച്ച് സമയം ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ എത്ര സമയം എടുക്കും അല്ലേ? ഒരു 4 ഓപ്ഷൻ, സൊവേനിയ, 12th വെർസറ്റിലിറ്റി, എന്താണ് സ്റ്റുപ്പിഫൈ, ഇതൊക്കെ കണ്ടിട്ട് സ്പെല്ലിംഗ് പഠിച്ചെടുത്ത് നോക്കണമെങ്കിൽ പാടുണ്ടോ അല്ലേ? നോക്ക്, ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇതെങ്ങനെ നമ്മള് സ്മാർട്ട് വർക്കിലൂടെ പെട്ടെന്ന് ഞങ്ങളുടെ ആൻസറിലേക്ക് എത്തും? പറയും, എങ്ങനെ കണ്ടുപിടിക്കാം? ഇതില് ഏറ്റവും നമുക്ക് അറിയാവുന്നത് 12th ആണ് അല്ലെ. 12th നമ്മൾ 12 എന്ന് എഴുതുന്നതിനെ 12th എന്ന് എഴുതും. നമ്മൾ എല്ലാവരും മക്കളെ 12th എന്ന് വേഗം വേഗം എഴുതി വെക്കും. പൊട്ടത്തെറ്റ്. നമ്മൾ 12th എന്ന് എഴുതുമ്പോൾ TWELF ഉണ്ട് കേട്ടോ മക്കളെ. ഇതിന്റെ ഇടയിൽ ആര് കിടക്കുന്നുണ്ട്? ഇവിടെ ഒരു F കിടക്കുന്നുണ്ട്. 12th എന്ന് പറയുമ്പോൾ F വരും. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉറങ്ങിയോ?
ഉറങ്ങിയോ നിങ്ങള്? ഇല്ലല്ലോ അല്ലെ? 12th TWELFTH. അപ്പോ ഇത് അറിയാമെന്ന വ്യക്തിക്ക്, ഇത് അറിയാവുന്ന വ്യക്തിക്ക് ഏത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ F ഉണ്ടോ? ഇല്ല, ഈ ഓപ്ഷൻ വെട്ടി. ഇവിടെ നോക്കൂ മക്കളെ, ഏതാ ഇവിടെ ഉണ്ടോ? ഇല്ല, മാറ്റി. ഇനി നമുക്ക് ബിയും സിയും മാത്രമേ ഇവിടെ ആൻസർ ആയിട്ട് ഉള്ളൂ. അപ്പൊ ഇതിലത്തെ ഏതെടുത്തും. ഇനി അടുത്തത് നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്നതാണ് വെർസാറ്റിലിറ്റി. ഈ വെർസാറ്റിലിറ്റി നോക്ക്, ഇവിടെ ഈ വെർസാറ്റിലിറ്റിക്ക് വെർസിറ്റിലിറ്റി എന്ന് പറയുമോ? വെർസിറ്റിലിറ്റി ആണോ? അല്ല, നമ്മൾ വെർസാറ്റിലിറ്റി എന്നല്ലേ പറയാ. നോക്കുക, വെർസാറ്റിലിറ്റി കണ്ടോ? ഇതാണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? റൈറ്റ് ആൻസർ ഏതാണ്? ഇതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ സ്പെല്ലിങ്ങോ ഒന്നും അറിയണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഇവിടെ ഈ 12th വെർസാറ്റിലിറ്റിന്റെ സ്പെല്ലിംഗ് അറിഞ്ഞാൽ തന്നെ നമുക്ക് വേഗം സി ഓപ്ഷനിലേക്ക് എത്താം കേട്ടോ. അടുത്തത് fill in the blank using the correct word. In the speech she showered dash upon him. ഇവിടെ എന്ത് വരും? കോംപ്ലിമെന്റ്സ് ആണ് കേട്ടോ. എന്താണ് കോംപ്ലിമെന്റ്സ്? ഇതൊക്കെ നോക്ക്, കോംപ്ലൈസൻസ്, കംപ്ലൈസൻസ് ഇതൊന്നും വരില്ല അല്ലെ? നമ്മൾ കോംപ്ലിമെന്റ്സ് എന്ന് എഴുതുമ്പോ അവിടെ ഐ ആണ് മക്കളെ വരേണ്ടത്. കോംപ്ലിമെന്റ്സ് മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ ഈ 10 ക്വസ്റ്റ്യനില് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചുകൂടെ? ഫുൾ മാർക്ക് വാങ്ങിച്ചുകൂടെ? പോട്ടെ, 1 മാർക്ക് പെട്ടോടെ. ഒരു 9 മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അടുത്തത് നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം. നിങ്ങളൊന്ന് നോക്ക്, നമ്മളിപ്പോ ആ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ചെയ്തു, വീടെത്തി. നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രൊവിഷനൊക്കെ ആൻസർ വരും, നമ്മൾ ഇംഗ്ലീഷിന് ആൻസർ എത്തി നോക്കും. അങ്ങനെ 10 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 10 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ഗുണമാണ് ഞാൻ പറയുന്നത് കേട്ടോ. 9, 10 അങ്ങനെ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവിഷനൊക്കെ വന്നു. നമ്മൾ ഒന്നാമത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എടുത്തു റൈറ്റ്, രണ്ടാമത്തെ എടുത്തു 2 കിട്ടി, 3 കിട്ടി. അതാ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ റേറ്റ് ഇട്ട് പോകണം. 5, 6. അപ്പൊ നമ്മൾ 7 എത്തിയപ്പോ നമ്മൾ അറിയില്ല, അത് വിട്ടിരിക്കണോ? നമ്മൾ നെഗറ്റീവ് അടിച്ചിട്ടില്ല കേട്ടോ. 8 ചെയ്തു, 9 ചെയ്തു, 10 ചെയ്തു. ഈശ്വര, എത്ര മാർക്കാണ് ഇംഗ്ലീഷില് എഴുതി? 9. ഒരു സന്തോഷം അവസ്ഥ നോക്ക്. ഇവിടെ ഇട്ടിട്ടില്ല, നമ്മൾ ആൻസർ എഴുതിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 8.6 ചെയ്യേണ്ട ആവശ്യമില്ല, മാർക്ക് പോയിട്ടില്ല. 9 മാർക്ക് അവിടെ തന്നെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ? ഇങ്ങനെ കിട്ടണം കേട്ടോ. അടുത്ത നമുക്ക് മലയാളത്തിലേക്ക് പോകാം. ശരിയായ വിഗ്രഹാർത്ഥം കണ്ടെത്തുക. അംഘോപാംഘം എങ്ങനെയാണ് മക്കളെ വിഗ്രഹിക്കുക? അംഘവും ഉഭാംഘവും. എന്താണ് അംഘവും ഉഭാംഘവും? താഴെ കൊടുത്തിരിക്കുന്നതിൽ അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. ജിജ്ഞാസ അല്ലെ? അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ്. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ പുല്ലിംഗ ശബ്ദങ്ങൾ ഏതാ? ആണിന്റെ നാമം അല്ലെ, പുരുഷ നാമം കുറിക്കുന്ന പദങ്ങള് ഏതൊക്കെയാണ്? ഏത് വരും ഇവിടെ? ആൻസർ 1ഉം 2ഉമാണ് അല്ലെ? ഇതിൽ നമുക്ക് ഇപ്പൊ കഷകിയും കരിണിയും ഒന്നും നമുക്ക് അറിയില്ല. നമ്മൾ എപ്പോഴും പഠിക്കാറില്ലേ മക്കളെ? കവി പുരുഷനാമമാണ്, സ്ത്രീനാമം കവയിത്രി എന്ന് നമ്മൾ പഠിക്കാറില്ലേ? കവയിത്രി സ്ത്രീനാമമാണ് എന്ന് നമുക്കറിയാം, കവിയാണ് പുരുഷനാമം. എന്തായാലും പുരുഷനാമത്തിൽ 2 ആൻസർ വരണം എന്നുള്ളത് ഉറപ്പാണ് അല്ലെ? അപ്പോ ഇതിൽ 2 ഉണ്ട് അല്ലെ? ഇതിൽ 2 ഉണ്ട്. അപ്പൊ ആൻസർ ഇത് ഇതാ. ഇവിടെ 2 ഉണ്ടോ? ഇല്ല, ഇവിടെ 2 കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു കണ്ടോ? അപ്പൊ ഇനി ഏകാഗി കണ്ടോ? ഏകാഗി പുരുഷനാമമാണ്. അതിന്റെ സ്ത്രീനാമം എന്ത് വരും? ഏകാഗിനി കണ്ടോ? അപ്പൊ ഇവിടെ 1 എന്തായാലും ഓപ്ഷനിൽ ഉണ്ടാകണം. നമുക്ക് അതും എടുക്കാം. ഏകാഗി, ഏകാഗിനി അങ്ങനെ എടുക്കാം. അപ്പൊ 1 എന്തായാലും ആൻസർ ഉണ്ടാകണം. ഇവിടെ ഒന്നില്ല കണ്ടോ? ഇങ്ങനെ എത്തിപ്പെടാം കേട്ടോ. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം. പാദം കൊണ്ട് പാനം ചെയ്യുന്ന എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം പാദപം ട്ടോ. പാദപം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുക്കി പറയുക. ശ്ലോകം കൊണ്ട് കഴിക്കുക, ചുരുക്കി പറയുക. ശരിയായ പദം ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ അല്ലെ? കവയിത്രി, യാവള്ളി, താവള്ളി, കവി. ഞാൻ എത്ര യാവള്ളിയും താവള്ളിയും ഈ 41ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? വിണ്ടലം പിരിച്ചെഴുതി നോക്ക്. എത്ര വിണ്ടലം എഴുതി? ഈ 41ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോഴേക്ക് എത്ര വിണ്ടലം എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ പറയും? ഒരു 30 വിണ്ടലെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് പ്രീവിയസ് പേപ്പറിന്റെ ഗുണം. വിൺ പ്ലസ് സ്ഥലം. ആകാശം എന്ന അർത്ഥം വരുന്ന പദങ്ങൾ ഏതെല്ലാം? ആകാശം എന്ന അർത്ഥം വരുന്ന പദങ്ങൾ
വാനം ഗഗനം ആകാശം, അങ്ങനെയല്ലേ പഠിക്കാറ്? വാനം ഗഗനം ആകാശം. അപ്പോ ഇത് വരും സി ആണ് അല്ലേ? 1, 3. നമ്മളെ മോഹൻലാലിന്റെ ഒരു സിനിമയില്ലേ, എങ്ങനെ ഏതാണത്? താണ്ഡവോ രാവണപ്രഭു, ഏതോ ഒരു സിനിമ, വാനം ഗഗനം ആകാശം എന്നൊക്കെ ഒരു പാട്ടുണ്ട്, അതല്ല. അപ്പൊ അതൊക്കെ എന്താണ്? നമ്മൾ ഇന്ന് വാനം ഗഗനം വാനം എന്താണെന്ന് നോക്കിയില്ല അല്ലെ? വാനം ഗഗനം ആകാശം, പിന്നെ എന്തോ ഒന്നുണ്ട് കേട്ടോ, അതിന്റെ കൂടുതലൊപ്പം പറയുന്നുണ്ട്. ഉഗ്രം എന്ന പദത്തിന്റെ വിപരീതം ഉഗ്രം. ഉഗ്രം ശാന്തം അല്ലേ? ഉഗ്രം അല്ലേ? ഉഗ്രമൂർത്തിയായി താണ്ഡവമാടുന്നു അല്ലേ? അപ്പൊ ശാന്തമായിട്ട് അല്ലേ? ഉഗ്രം ശാന്തം. തെറ്റായി എഴുതിയിരിക്കുന്ന വാക്ക് ഏതാണ്? അതിഥി ശരിയാണ് അല്ലേ? അതിഥി ശരിയാണ്. പിന്നെ മക്കളെ തത്വജ്ഞാനി ശരിയാണ്. ഞാൻ ഇവിടെ ആൻസർ ഒന്നും നോക്കാതെയാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഏത് ശരിയാകും എന്നിട്ട് ഞാൻ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ആൻസർ കീ എടുത്തിട്ട് നോക്കുന്നത്. പിന്നെ അത് വരും മക്കളെ, നമുക്ക് ഇതൊക്കെ മാറ്റാം. സങ്കീർണം പറയേ, ശരിയാണ് അല്ലേ? സങ്കീർണം ശരിയാണ്. ഇവിടെ ന്യായാധിപൻ, ഈ ദായാണ് വേണ്ടത് അല്ലേ? ന്യായാധിപൻ. അപ്പൊ ഇതാണ് തെറ്റായിട്ട് വാക്യം. അപ്പൊ ആൻസർ ഇതാണ് കേട്ടോ. ഇതൊക്കെ ശരിയായിട്ടുള്ള പദാണേ, പഠിക്കണം കേട്ടോ. അതിഥി ഇങ്ങനെ എഴുതുക, തത്വജ്ഞാനം ഇങ്ങനെ തന്നെയാണ്, സങ്കീർണം. ഇനി സബ്മിറ്റ് എന്ന പദത്തിന് തുല്യമായ മലയാള പദം. സബ്മിറ്റ് സമർപ്പണം അല്ലേ? നാഗം എന്ന പദത്തിന് പാമ്പ് എന്നാണ് അർത്ഥം എങ്കിൽ നാഗം സ്വർഗം. നാഗം പാമ്പ്, നാഗം സ്വർഗം. പ്രതിപദം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്, പ്രതിപദം പദം ഓരോന്നിലും കേട്ടോ. പ്രതിപദം പ്രതിപദം പദം ഓരോന്നിലും. ശരിയായ വാക്യം ഏതെന്ന് കണ്ടെത്തുക. 4 വാക്യം തന്നിട്ടുണ്ട്. അതിൽ ശരിയായ വാക്യം ഇവിടെ ഡി ആണ് കേട്ടോ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയതിനു ശേഷമാണ് കലക്ടറും മേയറും എത്തിയത്. കണ്ടോ, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇവിടെ തന്ന വാക്ക് തന്നെ ഇവിടെയും ആവർത്തിക്കണമെന്ന്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും, കലക്ടറും മേയറും. കണ്ടോ, കലക്ടറും മേയറും, മുഖ്യമന്ത്രിയും മന്ത്രിമാരും. കണ്ടോ, ഒരേ വാക്ക് വന്നില്ലേ? അയാൾക്ക് സ്വയം ആത്മഹത്യ ചെയ്യാൻ മതിയായ, കണ്ട് എന്തിനാണ് അയാൾക്കും വന്നു പിന്നെ സ്വയം, എന്തിനാണ് റിപ്പീറ്റേഷൻ വേണ്ട അല്ലെ? യോഗത്തിന് ഏകദേശം 1000-ഓളം, ഏകദേശം 1000 എന്ന് മതി, തോളൊന്നും ഇവിടെ വേണ്ട. തെറ്റ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ നോക്കുന്നതാണ്. ഇവിടെ എന്തിനാണ് രോഗം എത്ര രോഗം വരും, എന്തിനാണ് ഭേദം? കണ്ടോ, അതൊക്കെ റിപ്പീറ്റേഷൻ വാക്കുകളാണ് കേട്ടോ. ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്ത പദം. ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്ത പദം വേഗം കണ്ടുപിടിക്കാം അല്ലെ? ഇതില് ഏത് വരും? സി ആണ് അല്ലെ? തിരുവോണം. നമ്മൾ തിരു പ്ലസ് ഓണം, തിരുവോണം, ഇങ്ങനെയല്ലേ എഴുതുക? അപ്പൊ ഇവിടെ ഏതാണ് പുതിയതായിട്ട് വന്ന അക്ഷരം? വാലെ. ഇങ്ങനെ പിരിച്ചെഴുതിയിട്ട് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് യായോ വായോ ആഗമിച്ചാൽ ആഗമ സന്ധി, അത് ആഗമ സന്ധിയാണ്. മനസ്സിലായോ? അപ്പൊ നന്മ, കണ്ണീര്, നെന്മണി. നെന്മണി എങ്ങനെ പിരിച്ചെഴുതും? നെല് പ്ലസ് മണി, നെന്മണി. കൺ പ്ലസ് നീർ, കണ്ണീർ ഇല്ലേ? ആള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന പ്രയോഗത്തിന്റെ ആശയം ഏതാണ്? ആള് കൂടിയാൽ പാമ്പ് ചാകില്ല, ഏത് വരും? ബി ല്ലേ? പാമ്പിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്? അല്ല, ആളുകൾ കൂടിയാൽ അഭിപ്രായ വ്യത്യാസം വരാനും ലക്ഷ്യത്തിലെത്താൻ കഴിയാതെയും വരും. ഞാൻ സഹായിക്കും എന്നതിന്റെ ശരിയായ വിവർത്തനം. ഞാൻ സഹായിക്കും, ഇനി വരാ എന്താണ് പറയുന്നത്? ബി ആണ്. ഞാൻ സഹായിക്കും. ഇപ്പൊ സഹായിക്കുന്ന കാര്യമല്ല, ഇനി സഹായിക്കുന്ന കാര്യമാണ്, ഫ്യൂച്ചറിലാണ്. അപ്പൊ അവിടെ എപ്പോഴും എന്തുണ്ടാകണം? വില്ല് ഉണ്ടാകണം. ഐ വിൽ അസിസ്റ്റ് കേട്ടോ, ഐ വിൽ അസിസ്റ്റ്. താഴെ പറയുന്നതിൽ ബഹുവചന പദം അല്ലാത്തത് ഏത്? അതായത് ഒന്നിൽ കൂടുതൽ പേരെ ഇതിൽ കാണിക്കാൻ പാടില്ല. ബഹുവചന പദം അല്ലാത്ത സിംഗുലർ ആയിട്ട് പറയുന്ന വാക്ക് ഏതാണ്? ഡി ആണ് അല്ലെ? പണിക്കര് അല്ലെ? പണിക്കര് പറയുമ്പോൾ നമ്മൾ പണിക്കരുടെ അടുത്ത് പോകണം പറയില്ല, ജോത്സ്യന്റെ അടുത്ത് പോകണം പറയുന്നതിന് സാധാരണ മലയാള ഭാഷ നമ്മൾ എന്ത് പറയും? പണിക്കരുടെ അടുത്ത് പോകണം. 4 പണിക്കരിനെ കാണാനാണോ പോകുക? അല്ല, ഒരാളെ കാണാനല്ലേ പണിക്കര് എന്ന് പറയാ. മനസ്സിലായോ? ഞാൻ എന്ന ഭാവം എന്ന അർത്ഥത്തിൽ വരുന്ന ഒറ്റപ്പദം അഹംഭാവം. 89 കേട്ടോ. ബി, അഹംഭാവം. ഞാൻ എന്ന ഭാവം അഹംഭാവം. ഇഹലോകത്തെ സംബന്ധിച്ചത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. ഇഹലോകത്തെ സംബന്ധിച്ചത് ബി, ഐഹികമാണ് കേട്ടോ.
ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഐഹികം. ഇനി മക്കളെ അവിടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത് നമ്മുടെ SCRT-യിലെ വരിയാണേ. അത് ആരുടേതെന്ന് ഒരു എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു 4 പറഞ്ഞുതരാം കേട്ടോ. മഴയഴക് കണ്ടോ. മഴ വന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ. എണ്ണ കണ്ടു മാമലകൾ, പണക്കാരായി പറമ്പുകൾ, മരുന്ന് വെച്ചു മുറികൾ, കെട്ടി വെട്ടേറ്റ കാടുകൾ. കണ്ടോ, മഴ വന്നപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചു. ഇത് ആരുടെ വരികളാണ്? പി കുഞ്ഞിരാമൻ നായരുടെ വരികളാണ് കേട്ടോ. മഴയഴക്, മഴയഴക് പി കുഞ്ഞിരാമൻ നായരുടെ ആണ്. അടുത്ത് നോക്ക്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, നമ്മുടെ ചെറുപ്പത്തിലെ പാട്ടില്ലേ, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിങ്ങി, കരയെത്തൊരലസൽ ഗ്രാമഭംഗി. ആരുടെ വരികളാണ്? ചങ്ങമ്പുഴയുടെ വരികളാണ്. ചൂടുന്നതില്ലി ചെറുതീയതൊന്നുമേ, കെടുന്നുമില്ലി മഴയത്തു പോലുമേ. കുമാരനാശാന്റെ വരികളാണ്. PSC ചോദിക്കാറുണ്ട്. ഇത് മക്കളെ SCRT-യിലെ സാഹിത്യ മേഖലയുമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ചൂടുന്നതില്ലി ചെറുതീയതൊന്നുമേ, കെടുന്നുമില്ലി മഴയത്തു പോലുമേ. നിങ്ങൾ ഇത് വരി ഫുള്ളും പഠിക്കാതെ ചൂടുന്നതില്ലി എന്നെങ്കിലും കണക്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ചൂടുന്നതില്ലി കുമാരനാശാന്റേതാണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി അല്ലേ, അത് ആരുടേതാണ്? ചങ്ങമ്പുഴയുടേതാണ്. മഴയഴക് എന്ന കവിത പി കുഞ്ഞിരാമൻ നായരുടേതാണ്. നോക്ക്, കുരിപ്പുഴ ശ്രീകുമാറിന്റെ ഉപ്പയന്റെ ഉപ്പയെനിക്കുജ്വല നക്ഷത്രം, ഉപ്പയന്റെ ഉപ്പയെനിക്കക്ഷയ പാൽപാത്രം. ഉപ്പയെ കുറിച്ചിട്ട് വർണ്ണിക്കുന്നത് ആരാണ്? അങ്ങനെ പഠിച്ചാൽ മതി. അല്ലാണ്ട് ഈ വരികൾ അങ്ങനെ പഠിച്ചു വെക്കണ്ട കേട്ടോ. അത് നമുക്കൊന്നും കിട്ടില്ല. നമുക്ക് 1ഉം 2ഉം കാര്യങ്ങളല്ല പഠിക്കാനുള്ളത്. മനസ്സിലായോ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു മഴയഴക്. മഴയഴക് ആരുടേതാണ് മക്കളെ? പി കുഞ്ഞിരാമൻ നായരുടേതാണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി ചങ്ങമ്പുഴയുടേതാണ് അല്ലെ. ഇനി ഉപ്പയന്റെ ഉപ്പയെനിക്കുജ്വല നക്ഷത്രം, ഉപ്പയന്റെ ഉപ്പയെനിക്കക്ഷയ പാൽപാത്രം, കുരിപ്പുഴ ശ്രീകുമാർ. ഇനി കൈതപ്രത്തിന്റെ വരികൾ നോക്കൂ. എന്നുമെൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണച്ഛൻ, കടലാസു തോണിയെ പോലെ എൻ ബാല്യത്തിൽ ഒഴുകുന്ന അച്ഛനെ പോലെ കടലാസു തോണിയെ പോലെ വർണ്ണിച്ചിരിക്കുകയാണല്ലേ ഇവിടെ. കടലാസു തോണി ഒഴുകുന്നത് പോലെ വർണ്ണിച്ചിരിക്കുന്നത് ആരാണ്? കൈതപ്രമാണ്. ഇവിടെ ഉപ്പയെ കുറിച്ചിട്ട് വർണ്ണിച്ചിരിക്കുന്നത് കുരിപ്പുഴ ശ്രീകുമാരൻ. ഇങ്ങനെ പഠിക്കണം കേട്ടോ. അല്ലാണ്ട് ഇരുന്നിട്ട് എന്നുമൻ പുസ്തകത്താളിൽ മയങ്ങുന്ന, എന്നുമൻ പുസ്തകം ഈ ലെവലിൽ പഠിച്ചാ എവിടെയും ഇല്ല. മനസ്സിലായോ? ഇത് ചിലപ്പോ 4 പേര് ഇരുന്ന് പഠിക്കും. എങ്ങനെ? എന്നുമൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണ് അച്ഛൻ. എന്നുമൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണ് അച്ഛൻ. പഠിച്ച് 4 ദിവസം കഴിഞ്ഞിട്ട് ആ വരി ഒന്ന് പറയാൻ പറഞ്ഞാ പുസ്തകത്താളും ഉണ്ടാകില്ല, പീലിയും ഉണ്ടാകില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കടലാസ് തോണിയെ പോലെ അച്ഛനെ വർണ്ണിച്ചിരിക്കുന്നത് നമ്മുടെ കൈതപ്രമാണ് കേട്ടോ. പേടിപ്പിച്ചോടിക്കാൻ നോക്കി പൂതം പേടിക്കാതെ അങ്ങനെ നിന്നളമ. നമുക്കറിയാം അല്ലെ, പൂതം പാട്ടുകൾ ആരെ? ഇടശ്ശേരിയുടേതാണ്. ഇടശ്ശേരി. മനസ്സിലായല്ലോ? SCRT കുറച്ചും കൂടെ എടുക്കാം കേട്ടോ. നാളെയും കുറച്ച് ഇതേപോലെ SCRT-യിലേക്ക് തരാം കേട്ടോ. ഓക്കെ ആണല്ലോ. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പ്രത്യേകം പറയണ്ടല്ലോ. പറഞ്ഞു ബോറടിപ്പിക്കുകയല്ല മക്കളെ. നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. പൈസ ഒന്നും തരണ്ട. ഒന്ന് ആ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അത്രമാത്രം മതി. 1 മിനിറ്റിന്റെ കാര്യം പോലും ഇല്ല. വെറും ഒരു 25 സെക്കൻഡിന്റെ കാര്യമേ ഉള്ളൂ. അതൊന്നും ചെയ്തു പോകാം. പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഒരു പ്രത്യേക കാര്യം പറയുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ കമന്റ് നോക്കിയിട്ട് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്യുള്ളൂ? റിപ്ലൈ തരുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഒരു ഹാർട്ട് ഇട്ടിട്ട് ഞാൻ പോകും. റിപ്ലൈ തന്നില്ല പറഞ്ഞിട്ട് കൂട്ടുകാരെ താഴെ ഒരിക്കലും കമന്റ് ഇടാതിരിക്കരുത് കേട്ടോ. നിങ്ങളുടെ കമന്റ് കാണുമ്പോഴാണ് ക്ലാസ് ഇടാനുള്ള ഇൻട്രസ്റ്റ്. കമന്റ് കമ്മിയാകും തോറും ക്ലാസ് ഇടാനുള്ള ഇൻട്രസ്റ്റ് കമ്മിയായി വരും. മനസ്സിലായ? പ്രചോദനം പോകും. അപ്പൊ നിങ്ങൾ താഴെ കമന്റ് ഇടുക. കമന്റ് ഞാൻ റിപ്ലൈ തരാം. കാരണം നമുക്ക് എക്സാം അടുത്തു. ആ ടൈമൊക്കെ നമ്മൾ ഇതിന് ഇതാക്കുമ്പോൾ നമുക്ക് അത് ടൈം പോവുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ നിങ്ങളുടെ കമന്റ് ആരും കാണില്ല. ഞാൻ കമന്റ് എല്ലാം വായിക്കാറുണ്ട്. ആരൊക്കെ എന്തൊക്കെ കമന്റ് ചെയ്യുന്നു വായിക്കാറുണ്ട്. അത് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് റിപ്ലൈ തരാനുള്ള ടൈമിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. ക്ലാസ് അല്ലേ നിങ്ങൾക്ക് തരേണ്ടത്, അതല്ലേ ഏറ്റവും വലുത്. അപ്പൊ അത് കാണണം കേട്ടോ. ആ സപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യൻ, ഓൾദോ 83ാമത്തെ ക്വസ്റ്റ്യൻ, ഇതിന് മുമ്പത്തെ 39ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറല്ല തോന്നുന്നു. അതിലൊരു 83ാമത്തെ ക്വസ്റ്റ്യന്റെ എന്താണ് മിസ്റ്റേക്ക് എന്ന് അത് എങ്ങനെ വന്നു? ആ ക്വസ്റ്റ്യനിൽ ഓൾദോ എന്നാണ് ക്വസ്റ്റ്യൻ എടുക്കാൻ മറന്നു. ഓൾദോ എന്ന് വന്നാൽ ആ ക്വസ്റ്റ്യനിൽ വീണ്ടും ബട്ട് എന്ന് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ അതിൽ ഓൾദോ എന്നാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് പിന്നെ എന്ത് വരണ്ട? ബട്ട് എന്ന് വരരുത് കേട്ടോ. അതാണ് അവിടെ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കൂട്ടുകാരെ. അടുത്ത 42ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണാം. താങ്ക് യു.